നമസ്കാരം, ശിവസ്മൻ ചാനലിലേക്ക് സ്വാഗതം. വിപിൻ. അപ്പോളേ നമ്മൾ നിൽക്കണ എവിടെയെന്ന് വെച്ചിട്ടുണ്ടല്ലോ, വയനാട് കൽപ്പറ്റ കഴിഞ്ഞ് മാനന്തവാടി റൂട്ടിൽ നമുക്കൊരു സ്റ്റേ കിട്ടി. അപ്പോൾ അവിടെ നിന്നുള്ള ഭാഗം ഉണ്ടത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര തിരിച്ച് താമരശ്ശേരി ചുരം വരെ വീഡിയോ അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള തുടർച്ചയാണ് കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ വയനാടിനെ കുറിച്ച് നല്ല രീതിയിൽ ഡീറ്റെയിൽസ് ആയിട്ട് വ്ളോഗ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ശിവസ്മൻ ചാനലിനെ എത്തിക്കാനാണ് ലക്ഷ്യം. എൻ്റെ വീടുള്ള തൃശ്ശൂർ തൊട്ട് ഇപ്പോൾ വയനാട് വരെ നമ്മളെത്തി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പുതിയ ഹൈവേയിൽ നമ്മുടെ അടിപൊളി ഹൈവേ, അപ്പോൾ ആ ഹൈവേനെ പരിചയപ്പെടുത്തി നമ്മുടെ തൃശ്ശൂർ തൊട്ട് വയനാട് താമരശ്ശേരി ചുരം വരെ നല്ല രീതിയിൽ വ്ളോഗ് ചെയ്ത് കൊണ്ടുവന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് സമയം കിട്ടിയാൽ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞ വീഡിയോ കേട്ടോ. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ താമസം കാണിച്ചില്ല. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റേ ചെയ്താണ്. ആ സ്ഥലത്തിൻ്റെ പേര് മടക്കിമല എന്നറിയും. അപ്പോൾ ആ സ്ഥലം വരുന്നത് കൽപ്പറ്റയിൽ നിന്ന് മാനന്തവാടി റൂട്ട്. നമുക്കവിടെ തിരക്കില്ലാത്ത സ്റ്റേ കിട്ടിയിട്ടാണ്. നമ്മൾ പിന്നെ ഒരു ആവറേജ് റൂം എടുക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ റൂം എന്നാലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. പിന്നെ നമ്മുടെ അടിയിലൊരു ഹോട്ടലുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അഥവാ ഫുഡ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പോണ വഴിക്ക് ഇഷ്ടംപോലെ ഹോട്ടൽ കിട്ടും. പക്ഷേ കാലത്ത് എനിക്കൊരു ചായ നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അവരോട് ഞാൻ ചോദിക്കും, എനിക്കൊരു ചായ എങ്ങനെ വെച്ച് തരുമെന്ന്. മിക്കവരും വെച്ച് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചായ അല്ലേ, അപ്പോൾ അത് തരാറുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോഴേ മാനന്തവാടി റൂട്ട് രക്ഷയ്ക്കിട്ട് പോവാണ്. അപ്പോൾ അത് ഇവിടെ നല്ലൊരു പാലം വെട്ടി, നല്ല വലിയ കൈവരേറ്റൊരു പാലം. അപ്പോൾ നമ്മുടെ റൂട്ട് വരുന്നത് പനമരം, മാനന്തവാടി, കാട്ടിക്കുളം വഴി തിരുനെല്ലി, പിന്നെ തോൽപ്പെട്ടി. തിരുനെല്ലി, തോൽപ്പെട്ടി എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. വയനാട് വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പോകാറുള്ളൂ. അപ്പോൾ നമ്മുടെ സൈഡ് കാഴ്ചകളിലൊക്കെ കാട്ടിക്കുളം വരെ ഫോറസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല. ഇങ്ങനെ നല്ല നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കിട്ടുക കുറച്ച്. അതുപോലെ വലിയ തിക്കും തിരക്കും ബഹളമില്ലാത്ത കുഴപ്പമില്ലാത്ത നല്ല റോഡും വലിയ റോഡും നമുക്ക് കാട്ടിക്കുളം വരെ കിട്ടും. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ, ഞാൻ താമസിച്ച ഭാഗത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല വെയിലോടുകൂടി നല്ല തെളിഞ്ഞ ആകാശമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്നാലും തലസം നല്ല തണുപ്പുണ്ടായതിൻ്റെ പേരിൽ നമുക്ക് വണ്ടിയിൽ ഏസിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ വന്ന മാസമായിരുന്നു വെച്ചാൽ 2026 ജനുവരി മാസം കേട്ടോ. അതുപോലെ നോക്കിയാൽ റോഡുകളൊക്കെ നല്ല ക്ലിയറാണ്. എന്ന് വെച്ചാൽ വണ്ടികളൊക്കെ ഇത്തിരി കുറവാണ്. നല്ല സുഖമായിട്ട് നമുക്ക് ഡ്രൈവിങ് ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ. ഇവിടെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പുഴയും നല്ലൊരു പാലം കിട്ടി. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ റൂട്ട് നിങ്ങൾക്ക് പോവാട്ടോ. നിങ്ങൾ വരുമ്പോഴേ തിരുനെല്ലി തോൽപ്പെട്ടി റൂട്ടൊന്ന് പിടിച്ചു നോക്ക്. അതെന്തായാലും എല്ലാവരും വരുമ്പോൾ ആ റൂട്ട് പിടിക്കാണ്ടിരിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇതിങ്ങനെയാണ് റൂട്ട് വരുന്നത്. ഞാൻ മിക്കതും ഇങ്ങനെ പോകാറ്. അതായത് കൽപ്പറ്റയിൽ നിന്ന് മാനന്തവാടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാനന്തവാടി കാട്ടിക്കുളം വഴി നമുക്ക് തിരുനെല്ലിക്ക് അടക്കാം. തിരുനെല്ലി പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് പ്രസിദ്ധമായ തിരുനെല്ലി അമ്പലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അമ്പലം വരെ നല്ല ഭംഗിയുള്ളൊരു ഫോറസ്റ്റ് റൂട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നല്ല ഭംഗിയായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് വിശ്വാസം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് തോൽപ്പെട്ടിയിൽ നമ്മൾ പോകുമ്പോൾ തോൽപ്പെട്ടി ട്രക്കിങ്, അത് തോൽപ്പെട്ടി സഫാരി ഉണ്ടാവും, ജീപ്പ് സഫാരിയൊക്കെ. അതൊക്കെ വഴിയെ പറയാട്ടോ നമുക്ക്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ സൈഡിലൊക്കെ അത്യാവശ്യം തിരക്കില്ലാത്ത കാഴ്ചകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഈ പോണ വഴിക്ക്. അപ്പോൾ നമ്മുടെ അന്നത്തെ യാത്രയ്ക്ക് കൂട്ട് പതിപോലെ നമ്മുടെ കോളീസ് ഇട്ടാ. മൂപ്പരുടെ ബാക്കിലെ ടയറിൽ ഇത്തിരി എയർ കുറവുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടയർ കട നോക്കിയും കൂടി നമുക്ക് പോണ്. വണ്ടിയിൽ എയർ അടിക്കാനുള്ള പമ്പ് ഇരിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പ്രഷർ കറക്റ്റായി നോക്കിയിട്ട് വേണ്ട അടിക്കാൻ. ഇത് ജസ്റ്റ് കുറച്ച് കുറവുള്ളൂ. വല്ലാണ്ട് കുറയുമ്പോഴൊക്കെ അപ്പോൾ നമുക്ക് പമ്പ് ചെയ്ത് എയർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു ഭാഗം നോക്കിയാൽ നല്ല ഒരു പാടൊക്കെ ഒരു ഭാഗം ഉണ്ടാകും. ഇത് അപ്പോൾ ഇത് ഏതാ വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി മോശം വഴിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് നമ്മൾ സുൽത്താൻ ബത്തേരി അല്ല, മാനന്തവാടി ടച്ച് ചെയ്യാണ്ട് പോകാണ്ട് നമുക്കൊരു വഴി കിട്ടും. അപ്പോൾ ആ വഴിക്ക് ഞാൻ തിരിച്ചാണ്. അപ്പോൾ നല്ല വാഴത്തോട്ടങ്ങൾ, അതുപോലെ നല്ല പാടങ്ങൾ ഭാഗം കിട്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് അവിടെ നെയിം ബോർഡ് കാണാം കേട്ടോ പോകുമ്പോൾ. അപ്പോൾ നമുക്ക് മാനന്തവാടി ടൗൺ ടച്ച് ചെയ്യണ്ട. പിന്നെ വഴി ഇത്തിരി മോശം കേട്ടോ. അതെന്ന് വെച്ചാൽ ഒത്തിരി കുണ്ടും കുഴിയൊക്കെ ഉണ്ട്.
എനിക്ക് തോന്നുന്നു കുറച്ച് തിക്കും തിരക്കും ഉണ്ടെങ്കിലും മാനന്തവാടി ടൗൺ ടച്ച് ചെയ്ത് പോകണം നല്ലത്. ഇത്തിരി കുണ്ടും കുഴിയും കൂടുതലാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ വഴി. അപ്പോൾ നമ്മൾ ആ വഴി കയറി വന്ന് വീണ്ടും നല്ല ഒരു മെയിൻ റോഡിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ മാനന്തവാടി ടൗൺ ടച്ച് ചെയ്യാണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ വഴി കൂടെ വന്ന് ഇപ്പോൾ വീണ്ടും ആ മെയിൻ റോഡിൽ കൂടെ തന്നെ വീണ്ടും നമ്മൾ വന്ന ആദ്യത്തെ മെയിൻ റോഡിൽ ആ വഴിക്ക് തന്നെ വന്നു. നമ്മുടെ പ്രസ്തുത വീഡിയോ നല്ല ഷെയ്ക്ക് ഇല്ലാണ്ട് പിടിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ വീഡിയോ മൊബൈലിൽ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം ഷെയ്ക്കൊന്നും കാണില്ല. കഴിഞ്ഞ 3-6 വീഡിയോ നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മൾ അത് സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ സെൽഫി സ്റ്റിക്ക് നമ്മൾ ഇത്തിരി പൈസ കുറഞ്ഞ സെൽഫി സ്റ്റിക്ക് മേടിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സെൽഫി സ്റ്റിക്കുമെന്നാണ് ഇത്തിരി വിറയിൽ മൊബൈൽ വയ്ക്കുമ്പോൾ വെയിറ്റ് അല്ലേ, അപ്പോൾ അതുമെന്നാണ് ഷെയ്ക്ക് വന്നതെന്ന് കേട്ടോ കഴിഞ്ഞ 3-6 വീഡിയോ ഒക്കെ. അപ്പോൾ ആ സെൽഫി സ്റ്റിക്ക് ഇന്നലെ നമ്മുടെ മോൻ ഇന്നലെ വൈകുന്നേരം റൂമിൽ വെച്ച് കളിക്കാനെടുത്തപ്പോൾ ആ മൂപ്പരെ കയ്യിൽ നിന്ന് പൊട്ടി. അപ്പോൾ ഇപ്പം മൊബൈൽ കൈ കൊണ്ടുള്ള പിടുത്താണ്. അപ്പോൾ ഞാൻ പിന്നീട് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വലിയൊരു വിറയിൽ കാണാനില്ല. നിങ്ങൾക്കിപ്പോൾ എന്താ തോന്നാൻ അറിയില്ല. എനിക്ക് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ വലിയ ഷെയ്ക്ക് കാണാനില്ല. അതുപോലെ കഴിഞ്ഞ 3-6 വീഡിയോ ഒക്കെ നമ്മുടെ മൊബൈലിൽ ചെറിയ ഷെയ്ക്ക് ഉണ്ടെങ്കിൽ ടി വിയിൽ നല്ലൊരു ഷെയ്ക്ക് കണ്ടിരുന്നു. അതെന്താ നമുക്കറിയില്ല കേട്ടോ. ടി വിയിൽ കാണുമ്പോൾ കുറച്ചും കൂടുതൽ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ മൊബൈലിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസത്തേക്കാളും ഭേദമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തൊരു സന്തോഷം. എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല ക്ലാരിറ്റി സൗണ്ട് അതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ഇത്തിരി ചിലവുണ്ട്. ഭാവിയിൽ നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കാട്ടിക്കുളം കഴിഞ്ഞത് തിരുനെല്ലി ഭാഗത്തേക്ക് തിരിച്ചു. ഇപ്പോൾ കുറച്ച് നേരത്തെ സെൻറ്റർ കണ്ടില്ലേ, അതാണ് കേട്ടോ കാട്ടിക്കുളം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരുനെല്ലി തോൽപ്പെട്ടിക്കുള്ള നെയിം ബോർഡ് കാണാം. അപ്പോൾ ആ വഴിക്ക് തിരിച്ചിട്ട് ഉള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ വഴി പോണ റോഡാണ് അത്. വർത്തമാനം പറഞ്ഞ് നമ്മൾ ആ ഭാഗം വിട്ട് പോയി. അപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ പിന്നീട് പനമരം എന്ന് പറഞ്ഞ ഭാഗം അത് നമ്മൾ കാണിച്ചിരുന്നു. അത് നമ്മൾ വർത്തമാനം പറഞ്ഞ് അത് ഏതാ ഭാഗം എന്ന് പറഞ്ഞില്ല. കുറച്ച് മുമ്പ് വീഡിയോ തുടങ്ങിയതിന് ശേഷം ഒരു സെൻറ്റർ കാണിച്ചിരുന്നു. അപ്പോൾ അതായിരുന്നു പനമരം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണിച്ചത് കാട്ടിക്കുളം. അപ്പോൾ ഈ കാട്ടിക്കുളം കഴിഞ്ഞ് നമുക്ക് പിന്നെ കിട്ടണുണ്ടല്ലോ നല്ല പ്രകൃതി ഭംഗിയുള്ള കാഴ്ചയുണ്ടോ. നല്ല കുറേ തേക്ക് മരങ്ങളൊക്കെ നിറഞ്ഞ നല്ലൊരു ഭാഗം. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എപ്പോഴും. അതുപോലെ ഈ വഴിയുടെ സൈഡും കാണാൻ കണ്ട നല്ല രസമില്ല കാണാൻ. നല്ല ഭംഗിയുള്ള ഭാഗം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ആ തേക്ക് മരങ്ങൾ തിങ്ങി നടക്കുന്ന ഭാഗം കഴിഞ്ഞു. നല്ലൊരു ഭാഗമായിരുന്നു. നമ്മൾ കാട്ടിക്കുളം കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞത് ഇപ്പം ഇങ്ങനത്തെ ഒരു ഭാഗമായി. അപ്പോൾ വീണ്ടും ഒരു വേനൽക്കാലത്ത് ഓർമ്മിച്ചുകൊണ്ട് കാടൊക്കെ ഉണങ്ങിയ പോലെ ഒരു അന്തരീക്ഷം കണ്ട. ശരിക്കും ഡിസംബറൊക്കെ കഴിഞ്ഞ് ജനുവരി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വേനൽക്കാലം ഒരുവിധം ആരംഭിച്ചെന്ന് പറയാം അല്ലേ. ഈ ഉണങ്ങി കിടക്കുന്ന കാട് കാണാൻ എത്ര ഭംഗിയില്ലല്ലേ ശരിക്കും പറഞ്ഞാൽ. എന്നാലും കുറച്ച് ഇടയിലൊക്കെ കുറച്ച് പച്ചപ്പ് ഇപ്പോഴും നിലനിൽക്കണം. അത് പിന്നെ അടുത്ത മാസത്തോടുകൂടി കുറേയൊക്കെ ഉണങ്ങി അങ്ങോട്ട് കാണാം. മഴക്കാലത്ത് ആ പച്ചപ്പ് തിങ്ങി നിറഞ്ഞേക്കണ കാട് കാണാനാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഈ ജനുവരി മാസം കഴിഞ്ഞാലേ കാടിൻ്റെയൊക്കെ ഷൂട്ടിങ് നിർത്തി വയ്ക്കാനാണ് തീരുമാനം. എന്നുവെച്ചാൽ നമുക്ക് വീഡിയോ കാണാൻ ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനും വലിയ താല്പര്യം ഉണ്ടാവില്ല. പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുമ്പോൾ ഷൂട്ട് ചെയ്യാൻ നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അടുത്ത മാസത്തോട് ഷൂട്ടിങ് നിർത്തി വെച്ചിട്ട് നമ്മുടെ തൃശ്ശൂരിൽ കുറേ പൂരങ്ങൾ നടക്കണ്ടല്ലോ. അപ്പോൾ പൂരങ്ങളുടെ വീഡിയോ ഇടാനാണ് താല്പര്യം. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പൊക്കെ വേനൽക്കാലങ്ങളിൽ ഫോറസ്റ്റിൽ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് ഈ ഉണങ്ങിയ കാട് കാണാൻ അത്ര ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ഈ വേനൽ ടൈമിൽ പോകുമ്പോഴേ ചൂടും ഉണ്ടാവും, യാത്രയ്ക്ക് ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേറെ കാര്യം ചെയ്യാം, പിന്നെ തേയിലത്തോട്ടങ്ങൾ ഉണ്ടല്ലോ അതിൻ്റെ ഏരിയയിലേക്കൊക്കെ പോകാം. അവിടെയൊക്കെ പിന്നെ കുറച്ചുകൂടി പച്ചപ്പ് കാണാം, അത്യാവശ്യം തണവും ഉണ്ടാവും. അതുപോലെ നല്ല വേനൽ ടൈമിൽ നമുക്ക് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ ഹൈ റേഞ്ച് നല്ല ഹൈ റേഞ്ച് മേഖലയ്ക്ക് പോകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മളീ പോകുന്ന ഭാഗമുണ്ടല്ലോ, അതിപ്പോൾ നമ്മളിപ്പോൾ തിരുനെല്ലി തോൽപ്പെട്ടി ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല, ഒരു വൈ ജംഗ്ഷൻ എത്തും. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് എത്തുന്നുള്ള ഭാഗങ്ങളാണ് കേട്ടത്. അപ്പോൾ ഈ പോണ ഭാഗമൊക്കെ നല്ലൊരു ഫോറസ്റ്റാണ് കേട്ടോ. അതുപോലെ നല്ല റോഡും. പിന്നെ മൃഗങ്ങൾ അധികം എൻ്റെ മുന്നിൽ പെട്ടിട്ടില്ല ഞാൻ ഈ വഴിക്ക് പോയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഒരു ആനേനും കുട്ടിയും നമുക്ക് കിട്ടിയിരുന്നു. അതുപോലെ മാമ്പിന്നെ അത് പിന്നെ ഏത് ഭാഗത്തുണ്ടാവുമല്ലോ, അതിനെ കാണാം. അപ്പം നമ്മൾ കാട്ടിക്കുടന്ന് കടന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു വൈ ജംഗ്ഷൻ കിട്ടും. അതായത് തിരുനെല്ലി തോൽപ്പെട്ടി പാതി പോവാൻ. വൈ ജംഗ്ഷന് നേരെ പോണത് തിരുനെല്ലി, റൈറ്റ് തോൽപ്പെട്ടി. ഈ ഭാഗത്ത് ഉണ്ണിയപ്പം വിൽക്കുന്ന ഫേമസ് ആയൊരു കടയുണ്ട്. ഉണ്ണിയപ്പം മാത്രമല്ലെന്നുണ്ട്, ചായയും കടികളും മറ്റു പല സാധനങ്ങളുണ്ട് ആ കടയിൽ. ഞാനൊരു പ്രാവശ്യം ഉണ്ണിയപ്പം മേടിച്ചത് ആ കടയിൽ. അപ്പോൾ ഉണ്ണിയപ്പം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈ ജംഗ്ഷൻ, അത് ഈ ഭാഗം.
അപ്പോൾ നമ്മളെ വീഡിയോ ഈ ഭാഗത്ത് വെച്ച് തൽക്കാലം നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോണത് തിരുനെല്ലി റൂട്ടാണ്. തിരുനെല്ലി റൂട്ടേ നമുക്ക് അത്യാവശ്യം കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അധികം നമുക്ക് ചിലപ്പോൾ ബോറടിക്കും. തിരുനെല്ലി റൂട്ടിൽ നല്ല നല്ല കാഴ്ചകൾ നമ്മളെ വീഡിയോയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വയനാടൻ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ശിവസ്മൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. പ്രകൃതി ഭംഗി നിറഞ്ഞ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ.